ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു കൊമേഴ്സ് ബൈറ്റ്സ്. നമ്മളുടെ എക്സാം കേരള സെറ്റ് 2021 എക്സാമിൻ്റെ ഹോൾ ടിക്കറ്റ് നമ്മൾക്ക് ഇന്ന് ഈവനിങ് 5 o'clock റിലീസായി, റൈറ്റ്? സോ ഇനി നമ്മൾ കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇനി 10 ദിവസമേ നമ്മളുടെ എക്സാമിനുള്ളൂ. സോ ഈ 10 ദിവസത്തിന് മുന്നേ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, ഈ 10 ദിവസം നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള കുറച്ച് സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ കുറച്ച് ടിപ്സായിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കുറച്ചധികം സ്റ്റുഡൻസായി ചോദിക്കുന്നു, മാഡം ഞങ്ങൾക്ക് കുറച്ച് സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ കുറച്ച് ചീറ്റ് കോഡ്സ്, സീക്രട്ട് കോഡ്സ് എങ്ങനെ നമ്മളുടെ എക്സാം സ്മാർട്ടായി തന്നെ വർക്ക് ചെയ്യാം എന്നുള്ളതിന് കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിട്ട് മാഡം ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് കുറച്ച് സ്റ്റുഡൻസ് നമ്മളോട് ചോദിച്ചിരുന്നു. അതിൻ്റെ ഒരു റിസൾട്ടായിട്ടാണ് നമ്മളിപ്പോൾ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഹിയർ വി ആർ. നമ്മൾക്ക് ഇപ്പോൾ 14 പോയിൻറ്റ്സ് ഉണ്ട്. അത് 10 days ബിഫോർ യുവർ എക്സാം എന്നുള്ള സ്ട്രാറ്റജീസിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന 14 സ്ട്രാറ്റജീസ് കൂടിയാണ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ സമയം കളയാതെ തന്നെ നമുക്കതിനെപ്പറ്റി ഒന്ന് നോക്കാം. ഫസ്റ്റ് പോയിൻ്റ്, ഡു നോട്ട് വേസ്റ്റ് ടൈം. ഇനി നിങ്ങളുടെ മുന്നിലുള്ളത് വെറും 10 ദിവസമാണ്. ഈ ഒരു 10 ദിവസത്തിൽ നിങ്ങൾക്ക് ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റുന്നത് ഒരു മിനിറ്റ് പോലും അല്ലെങ്കിൽ ഒരു സെക്കൻഡ് പോലും നിങ്ങൾ വേസ്റ്റ് ചെയ്യരുത്. എല്ലാ ടൈമും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു സമയം പോലും വേസ്റ്റ് ചെയ്യാതെ ആ ഒരു സെക്കൻഡിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നോക്കാൻ പറ്റുമെങ്കിൽ ഡു ഇറ്റ് ദാറ്റ്. ഓക്കെ, ഇനി 10 ദിവസമുള്ളൂ. ആ 10 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ ടി വി കാണുക, മൊബൈൽ നോക്കുക, സോഷ്യൽ മീഡിയയിൽ നോക്കുക, ആക്റ്റീവ് ആവുക, യൂട്യൂബ്, ഫേസ്ബുക്ക്, മെസ്സഞ്ചർ എന്ത് വേണമെങ്കിലും നിങ്ങൾ നോക്കിക്കോ, ഇറ്റ് ഡസൻറ്റ് മാറ്റർ. പക്ഷേ ഈ 10 ദിവസം എല്ലാത്തിനും നിങ്ങളൊരു കൺട്രോൾ ഇടുന്നത് വളരെയധികം നല്ലതായിരിക്കും. നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സീരിയൽ മിസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള മൂവി ചിലപ്പോൾ വന്നിട്ടുണ്ടാവും, അത് നിങ്ങൾക്ക് മിസ് ഔട്ട് ചെയ്യേണ്ടി വരും. നോ മാറ്റേഴ്സ്, 10 ദിവസത്തിൻ്റെ കാര്യമുള്ളൂ. സോ അതെല്ലാം മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ ആ ഒരു 10 ദിവസത്തിന് മാത്രം ഫോക്കസ് ചെയ്ത് കേരള സെറ്റ് 2021 നിങ്ങളുടെ എയിമാണ്. നിങ്ങളൊരു സിൻസിയർ കാൻഡിഡേറ്റ് ആണ്, സീരിയസ് കാൻഡിഡേറ്റ് ആണെങ്കിൽ ഡു ഫോക്കസ് ദാറ്റ് ആൻഡ് എയിം കേരള സെറ്റ് 2021. ഓക്കെ, ഇനി സെക്കൻഡ് പോയിൻ്റ് വരുന്നത് 3R ആണ്. 3R എന്ന് പറയുമ്പോൾ 3R. റീഡ്, റിവൈസ്, റിപ്പീറ്റ്. നിങ്ങൾ വായിക്കുക, എന്നിട്ട് വായിച്ച കാര്യം പിന്നെയും റിവൈസ് ചെയ്യുക. റിവൈസ് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുക. പിന്നെയും വായിക്കുക, പിന്നെയും റിവൈസ് ചെയ്യുക, പിന്നെയും റിപ്പീറ്റ് ചെയ്യുക. ഈ 3R നിങ്ങൾക്ക് മസ്റ്റായിട്ട് ഈ 10 ദിവസം ക്ലിയർ ആയിട്ട് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി മൂവിങ് ടു ദ നെക്സ്റ്റ് പോയിൻറ്റ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഫ്ലുവൻ്റ് ആക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ സീരീസ് വൈസ് ആയിട്ട് നമ്മളുടെ കൊമേഴ്സ് ബൈറ്റ്സിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ജസ്റ്റ് ഒന്ന് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പ്ലേലിസ്റ്റ് കാണാൻ പറ്റും. നമ്മൾ ഓരോ പ്ലേലിസ്റ്റും ഓരോ ഇയർ വൈസ് ആയിട്ടുള്ള പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 2020, 2019, 2018, 2017, 2016. അപ്പോൾ 5 പ്ലേലിസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ സീരീസ് ആയിട്ട് മാത്രം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഈ സീരീസൊക്കെ കവർ ചെയ്ത് ഇതിൽ എത്രത്തോളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ ടേംസാണ് നിങ്ങൾ വിട്ടുപോയിട്ടുള്ളത് എന്നുള്ളത് നോക്കി പഠിക്കുക. അതാണ് നിങ്ങളിപ്പോൾ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെച്ച നോട്ട്സ് ഉണ്ടാവും. ഓക്കെ, ആ നോട്ട്സ് നിങ്ങൾ റിവൈസ് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക, റീഡ് ചെയ്യുക. പിന്നെ നിങ്ങളൊരു ഉച്ച ടൈമിൽ നിങ്ങൾക്കൊരു ബോറടി അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഉറക്കം വരവ് അങ്ങനത്തെ ഒരു ടൈം പീരീഡ് ഇല്ലേ, ആ സമയത്ത് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുക. അതിനിപ്പോൾ നമ്മളുടെ വീഡിയോ തന്നെ കാണണമെന്ന് ഞാൻ നിർബന്ധം പറയില്ല. നിങ്ങളുടെ കയ്യിൽ പ്രിൻറ്റഡ് ഫോംസ് ഉണ്ട്, പ്രിൻറ്റഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ബെറ്റർ. ഓക്കെ, നിങ്ങളുടെ സമയം പോവില്ല, റൈറ്റ്? മൂവിങ് ടു ദ നെക്സ്റ്റ് പോയിൻറ്റ്, ഡെയിലി പ്രാക്ടീസ്, ഡെഡിക്കേഷൻ ആൻഡ് ഡിസിപ്ലിൻ. ദേ വരുന്നു 3D വെച്ചിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ്. ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണെങ്കിലും ഇനിയുള്ള 10 ദിവസം നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രാക്ടീസ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നോട്ട്സ് ഇല്ലേ, പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന നോട്ട്സ്, അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. റീഡ് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക, റീഡ് ചെയ്യുക, റിവൈസ് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക. ഇങ്ങനെ തന്നെ നിങ്ങൾ ഒരു ഡെയിലി പ്രാക്ടീസ് ഉണ്ടാവണം. പിന്നെ ഡെഡിക്കേഷൻ വേണം. ആരും തല്ലിക്കൂട്ടി നിങ്ങളെ ഈ ഒരു കേരള സെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫോർഗെറ്റ് ഇറ്റ്.
നിങ്ങൾക്ക് കേരള സെറ്റ് ഉറപ്പായും കിട്ടില്ല. നിങ്ങളുടെ തന്നെ ഒരു ഡെഡിക്കേഷൻ വേണം. എനിക്ക് കേരള സെറ്റ് വേണം, എനിക്ക് സ്കൂളിൽ പഠിപ്പിക്കണം എന്നുള്ള ഒരു ഡെഡിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടാവണം. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് കേരള സെറ്റ് എയിം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. ആൻഡ് ലാസ്റ്റ് പോയിൻ്റ് അതിലുള്ളത് ഡിസിപ്ലിനാണ്. 5 o'clock നിങ്ങൾ എണീറ്റിരിക്കുമെന്നാൽ എണീറ്റിരിക്കണം. എന്നിട്ട് 7 o'clock നിങ്ങൾ സ്റ്റഡി സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് പിന്നെ ഒരു ബ്രേക്ക് എടുത്ത് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഒരു 1 hour ബ്രേക്ക് എടുത്തോളൂ. അത് കഴിഞ്ഞ് 9 o'clock വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം. അതിപ്പോൾ ഒരു മൂവിയുടെ ഒരു സീൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഒരു 5 minute കഴിയട്ടെ, അങ്ങനെ നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്. 9 മണിക്ക് നിങ്ങൾ പഠിക്കാൻ വീണ്ടും കയറുമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കയറിയിരിക്കണം. അതാണ് ഡിസിപ്ലിൻ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അതിന് പോയിൻ്റ് സെയിം ആയിട്ടുള്ള പോയിൻ്റ് തന്നെയാണ് ഞാൻ നെക്സ്റ്റ് മെൻഷൻ ചെയ്യുന്നത്. ബി ജെനുവിൻ ആൻഡ് ബി കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കുക, അതുപോലെ തന്നെ ജെനുവിൻ ആയിട്ടിരിക്കുക. നമ്മളിപ്പോൾ 9 മണിക്ക് പഠിക്കും എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ 9 മണിക്ക് പഠിക്കുക. അല്ലെങ്കിൽ കുഴപ്പമില്ല, 1 മണിക്കൂറൊന്നും പോയെന്ന് വെച്ച് ഒന്നും സംഭവിക്കാൻ പോണില്ല എന്ന് വിചാരിക്കരുത്. ചിലപ്പോൾ നിങ്ങളീ സ്കിപ്പ് ചെയ്യണ 1 മണിക്കൂറിന് വേണ്ടിയിട്ട് നിങ്ങൾ പിന്നീട് കരയേണ്ട അവസ്ഥ ഉണ്ടാക്കരുത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ആ 1 മണിക്കൂർ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ നമുക്ക് 60 minutes ആണ്. 60 minutesൽ നമുക്ക് എത്രത്തോളം ടേംസ് കവർ ചെയ്യാൻ പറ്റും എന്നുള്ളത് എന്നേക്കാൾ കൂടുതൽ നന്നായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. റൈറ്റ്. ആൻഡ് ദ നെക്സ്റ്റ് പോയിൻറ്റ്, മൈ ഫേവറേറ്റ് പോയിൻറ്റ്, തിങ്ക് പോസിറ്റീവ്ലി. ഗുഡ് തിങ്സ് ഒൺലി കംസ് ടു യു. നിങ്ങളെ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക. എനിക്ക് കേരള സെറ്റ് കിട്ടും, ഇപ്രാവശ്യത്തെ ഈ 2021 എനിക്കുള്ളതാണ് എന്ന് നിങ്ങൾ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. അപ്പോൾ യു വിൽ ഫൈൻഡ് തിങ്സ് വർക്ക്സ് വണ്ടർ എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ വണ്ടർ തന്നെ വർക്ക് ചെയ്യും എന്ന് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇറ്റ്സ് എ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. തിങ്ക് പോസിറ്റീവ്ലി, ഗുഡ് തിങ്സ് ഓൺലി ഹാപ്പൻസ് ടു യു. എനിക്ക് വർക്കൗട്ട് ചെയ്ത കാര്യമാണ്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എപ്പോഴും പോസിറ്റീവായിട്ട് മാത്രം ഇരിക്കാൻ ട്രൈ ചെയ്യുക. അങ്ങനെ പോസിറ്റീവായിട്ട് മാത്രം ഇരുന്ന് കഴിയുമ്പോൾ നിങ്ങളുടെ ലൈഫിലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം സംഭവിക്കുകയുള്ളൂ. ഓക്കെ. ഇനി മൂവിങ് ടു ദ നെക്സ്റ്റ് പോയിൻറ്റ്, ഹെൽത്ത് ഹാക്സ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് വെള്ളം നന്നായിട്ട് കുടിക്കുക, നല്ല ഒരു 8 hours സ്ലീപ്പ് നിങ്ങൾക്ക് മസ്റ്റായിട്ട് ഉണ്ടാവണം. ഓക്കെ. ഉറക്കമുളച്ച് പഠിച്ചു, ഇനി 10 ദിവസം ഉള്ളൂ ഉറക്കമുളച്ച് പഠിക്കണം എന്ന് ഞാൻ പറയില്ല. കാരണം ഉറക്കം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഉറങ്ങിയില്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ ടയേർഡാവും. അത് നമ്മൾക്ക് കുറേ അധികം പ്രോബ്ലത്തിലേക്കായിരിക്കും പിന്നീട് വഴിമാറുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നല്ല രീതിയിൽ തന്നെ വെള്ളം കുടിക്കുക. നിങ്ങളുടെ സ്റ്റഡി ടേബിളിൽ ഒരു ബോട്ടിൽ വയ്ക്കുക. അപ്പോൾ നിങ്ങൾ വെള്ളം കുടിക്കുന്ന കാര്യം ഓർത്തോളും. പക്ഷേ ഞാൻ അതോടൊപ്പം തന്നെ ഒരു കാര്യം ഡൗൺ ചെയ്തോട്ടെ, വെള്ളം ബോട്ടിൽ അവിടെ ഇരിക്കുന്നു എന്ന് വിചാരിച്ച് എപ്പോഴെപ്പോഴും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം എന്നല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈക്വൽ ഇൻ്റർവെൽ എന്നുള്ള രീതിയിൽ നിങ്ങൾ വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം തന്നെ ഉറക്കം മസ്റ്റാണ്. പിന്നെ ഇപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റും എന്നുണ്ടെങ്കിൽ ഒരു 4:30 കഴിഞ്ഞിട്ട് ഒരു 4:30 to 4:45 അല്ലെങ്കിൽ ഒരു 4:45 to 5 വരെ ഒന്ന് യോഗ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും. നിങ്ങളുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യാനും ആ ഒരു യോഗ പ്രാക്ടീസ് ഹെൽപ്പ് ചെയ്യും. ഓക്കെ. ആ ഒരു സമയം മെഡിറ്റേഷൻ രൂപത്തിൽ ഇരുന്ന് ഉറങ്ങരുത്. ഓക്കെ. അതുകൂടെ ഞാൻ നിങ്ങളോട് ഒന്ന് ആഡ് ഓൺ ചെയ്തോട്ടെ. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ട്രെയിൻ യുവർ മൈൻഡ്സ് ദാറ്റ് യു വിൽ നോട്ട് ക്വിറ്റ്. നമ്മളുടെ മൈൻഡിനെ പറഞ്ഞ് പഠിപ്പിക്കുക, ഞാൻ ക്വിറ്റ് ചെയ്യില്ല. എനിക്ക് കേരള സെറ്റ് 2021 കിട്ടാതെ ഞാൻ ഇതിൽ നിന്ന് ഒരു പടി പോലും മുന്നോട്ട് പോകില്ല എന്ന് നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. അപ്പോൾ തന്നെ മനസ്സിലാവും, ഓക്കെ, ഇയാൾ എന്തായാലും പുറകോട്ട് പോണ ലക്ഷണമില്ല. സോ ബെറ്റർ കേരള സെറ്റ് നേടിക്കൊടുക്കുക തന്നെ നിവർത്തിയുള്ളൂ എന്ന് മൈൻഡ് തന്നെ പറയും. അപ്പോൾ മൈൻഡ് നല്ല രീതിയിൽ തന്നെ നമ്മളോട് കോപ്പപ്പ് ചെയ്ത് വർക്ക് ചെയ്യാൻ തുടങ്ങും. ആൻഡ് ഇറ്റ് വിൽ വർക്ക്സ് വണ്ടർ. ഓക്കെ. നെക്സ്റ്റ് പോയിന്റ്, പെയിൻ ആൻഡ് ഫിയർ മേക്സ് മീ ടു അച്ചീവ് സെറ്റ്. നിങ്ങളുടെ ഉള്ളിൽ കുറേയധികം പെയിൻ ഉണ്ടാവും, കുറേയധികം വിഷമങ്ങളുണ്ടാവും, കുറേയധികം പേടികളുണ്ടാവും. ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ കുറേ വേദനകളും അതുപോലെ തന്നെ പേടികളും നിങ്ങളുടെ മൈൻഡിലുണ്ടാവും. ഒരു മനുഷ്യനായി കഴിഞ്ഞാൽ പെയിനും ഫിയറും ഓരോ ഫാക്ടേഴ്സാണ്. റൈറ്റ്. സോ ഈ ഒരു പെയിനും ഈ ഒരു ഫിയറും എല്ലാം നിങ്ങൾ ട്രിഗർ ചെയ്യേണ്ടത് കേരള സെറ്റിന് വേണ്ടിയിട്ടാണ്. സോ നിങ്ങളുടെ ഉള്ളിൽ എന്തൊക്കെ പേടി വന്നോട്ടെ, എന്തൊക്കെ വിഷമം ഉണ്ടായിക്കോട്ടെ, അത് എല്ലാം നിങ്ങൾ കേരള സെറ്റ് അച്ചീവ് ചെയ്യുക എന്നുള്ളൊരു പോയിന്റിലേക്ക് വേണം നിങ്ങൾ ട്രിഗർ ചെയ്യാൻ. ഓക്കെ. അതോടൊപ്പം തന്നെ സെയിം ആയിട്ടൊരു പോയിൻ്റാണ്, നോ പ്ലാൻ ബി, ഒൺലി പ്ലാൻ എ, ദാറ്റ് ഇസ് കേരള സെറ്റ്. നമ്മൾക്ക് ഇനി ഒരു പ്ലാൻ ബി എന്നുള്ളൊരു പോയിൻ്റ് ഇല്ല.
പ്ലാൻ എ, അതായത് കേരള സെറ്റ് 2021 എനിക്ക് അച്ചീവ് ചെയ്തേ പറ്റൂ, ഇതെൻ്റെ ലാസ്റ്റ് സ്റ്റേജാണ്, എനിക്കിതിൽ നിന്ന് ഇനി പിന്മാറിക്കഴിഞ്ഞാൽ ഇനി എനിക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല എന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്കിത് കിട്ടുള്ളൂ. അണ്ടർസ്റ്റുഡ്? അല്ലെങ്കിൽ ഇപ്രാവശ്യം പോയിക്കോട്ടെ, ഞാൻ നെക്സ്റ്റ് ടൈം വർക്കൗട്ട് ചെയ്ത് ഞാൻ നല്ല മാർക്ക് മേടിക്കും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ നിങ്ങൾ എഴുതാൻ പോകുന്നുണ്ടെങ്കിൽ ഞാൻ ഇത് ഈ സെറ്റും കൊണ്ടേ വീട്ടിലെത്തുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. പ്ലാൻ ബി പാടില്ല, പ്ലാൻ എ മാത്രമുള്ളൂ എന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. ഓക്കെ? ആൻഡ് ദ നെക്സ്റ്റ് പോയിൻ്റ് ഇസ് പോസിറ്റീവ് അഫർമേഷൻ. പോസിറ്റീവ് അഫർമേഷൻ എന്ന് പറയുമ്പോൾ കുറച്ച് കുട്ടികൾക്കെങ്കിലും ഇത് കേട്ടിട്ടുണ്ടാവും, പക്ഷേ എല്ലാവർക്കും വളരെയധികം കോമഡി ആയിട്ട് തോന്നുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതായത് പോസിറ്റീവ് അഫർമേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ രാവിലെ തന്നെ എണീക്കുമ്പോൾ പറയുക, ഐ ഹാവ് ടാലൻറ്റ്സ്, എനിക്ക് കഴിവുണ്ട്, എനിക്ക് സ്കില്ലുണ്ട്, ഐ ക്യാൻ ഡു ഇറ്റ്, ഐ ക്യാൻ ക്ലിയർ കേരള സെറ്റ്, ഐ ആം ദ ടോപ്പർ, ഞാൻ ടോപ്പറായിട്ട് തന്നെ വരും എന്നൊക്കെ നമ്മളുടെ മൈൻഡിൽ പോസിറ്റീവായിട്ട് നിറയ്ക്കുക. നിങ്ങൾ ഇപ്പോൾ ബെഡിൽ തന്നെ എണീറ്റിരുന്നിട്ട് നിങ്ങൾ പറയുക, ഐ ക്യാൻ ഡു ഇറ്റ്, ഐ ഹാവ് ദ സ്കിൽ, എനിക്കും കഴിവുണ്ട്, എനിക്ക് കുട്ടികളെ പഠിപ്പിക്കണം എന്നുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ ആദ്യം തന്നെ മോർണിംഗ് എണീക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡിനെ പറഞ്ഞ് പഠിപ്പിക്കുക. ഓക്കെ? സോ അതാണ് പോസിറ്റീവ് അഫർമേഷൻ. ആൻഡ് ദ നെക്സ്റ്റ് പോയിൻ്റ് ഇസ് ഇമാജിൻ ദാറ്റ് ഡേ ടീച്ചിങ് ഇൻ എ ക്ലാസ്. നിങ്ങൾ ആ ഒരു ക്ലാസ് എടുക്കുന്ന പോലെ ഒന്ന് ഇമാജിൻ ചെയ്യൂ. നിങ്ങളുടെ മുന്നിൽ ഒരു 50 to 60 സ്റ്റുഡൻസ് നിങ്ങളുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നു. അതെല്ലാം ഒന്ന് ഇമാജിൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ കേരള സെറ്റ് പുഷ്പം പോലെ ഹാൻഡിൽ ചെയ്യും. ഓക്കെ? ആൻഡ് ദ ലാസ്റ്റ് പോയിൻ്റ് ഇസ് ഡേയ്സ് ക്യാൻസലിങ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ. ഈച്ച് ഡേ ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ബെഡിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് നിങ്ങൾ കണ്ണ് തുറക്കുമ്പോൾ തന്നെ ആ ഒരു ചാർട്ടായിരിക്കണം നിങ്ങൾ കാണേണ്ടത്. സ്ഥിരമായിട്ട് കുട്ടികൾ ചെയ്യുന്ന ഒരു കാര്യമാണ്, ഒരു പേപ്പറിൽ ഡേയ്സ് ടു ഗോ എന്നുള്ളത് എഴുതി വെച്ചിട്ട് 10, 9, 8, 7, 6, 5, 4, 3, 2, 1 എന്ന് പറഞ്ഞ ഒരു വലിയ ഒരു ബോക്സ് പോലെ വരച്ച് വയ്ക്കുക. എന്നിട്ട് ഓരോ ദിവസത്തിൻ്റെയും എൻഡിൽ നിങ്ങൾ ജസ്റ്റ് അതൊന്ന് ക്രൂസ് ഔട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇനി നമ്മളുടെ മുന്നിൽ 8 ഡേയ്സേ ഉള്ളൂ, ഇനി എൻ്റെ മുന്നിൽ 5 ഡേയ്സേ ഉള്ളൂ, ഇനി എൻ്റെ മുന്നിൽ 2 ഡേയ്സേ ഉള്ളൂ എന്നുള്ളത് നമ്മളുടെ മൈൻഡിനെ തന്നെ ഒന്ന് ഏത് സമയവും ട്രിഗർ ചെയ്യിക്കാൻ ഇറ്റ് വിൽ ബി വെരി ഹെൽപ്പിംഗ്. ആൻഡ് അറ്റ് ദ എൻഡ് എന്താ സംഭവിക്കുന്നത്? കേരള സെറ്റ് നിങ്ങളുടെ കയ്യിൽ. കേരള സെറ്റ് എക്സാം നിങ്ങൾ ക്രാക്ക് ചെയ്തു അല്ലെങ്കിൽ നിങ്ങൾ ക്ലിയർ ചെയ്തു എന്നുള്ളൊരു പോയിൻ്റാണ് ഇവിടെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ? So that's it for now. Let's see in the next video. Till then, work hard and study well. That's it. Thank you.